കാരണം നിങ്ങൾക്ക് നിസ്സാര കാര്യമാണ്, എൻ്റെ ജീവിതം കൊണ്ട് നിങ്ങൾക്ക് നിസ്സാര കാര്യമാണ്. കാരണം എവിടെ കാര്യം എന്ന് പറയുന്നതാണ്. അദ്ദേഹം ഒന്നും അറിഞ്ഞിട്ടില്ല, എല്ലാം എൻ്റെ കയ്യിലെ തെറ്റാണ്. അത്യാവശ്യം എവിടെയെങ്കിലും പോയി ഒരിച്ച് താമസിച്ചു, അത് ശരിയാ, സാധാരണ നടക്കുന്ന സംഭവമാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഫോണുണ്ട്, എൻ്റെ നമ്പറുണ്ട്, അത് എഴുതിക്കൊണ്ട് പോയിക്കൂടെ? അന്നേരം ഇന്നടുത്ത് പോയി നിന്നാൽ വിളിച്ചാൽ മതി, എന്നാൽ ഞാൻ അവിടെ എത്തും. ഇത് എൻ്റെ ഫോൺ നമ്പറേ എടുക്കത്തില്ല എവിടെ പോയാലും. അണ്ണൻ എന്നാ ഫോൺ മേടിച്ചത്? ഈ പിണങ്ങി നിന്ന സമയത്ത് ഇപ്പോഴാണ് ഫോൺ മേടിച്ചത്. ഇത് പറയുന്നത് അണ്ണൻ്റെ സഹോദരിമാര് പറഞ്ഞു കൊടുത്തിട്ടാണ് ഇത് പറയുന്നത്. ഇത് പറയുന്ന കള്ളമാണ്. കാരണം എന്ന് വെച്ചാൽ ഈ അണ്ണ എന്നെ ആ വീട്ടിൽ നിന്ന് എങ്ങും വിടത്തില്ല. എങ്ങും വിടത്തില്ലെന്ന് പറഞ്ഞാൽ ഞാനില്ലാത്ത സമയത്ത് ഞാനെന്ന് രാവിലെ പോലും കുടിക്കാൻ അണ്ണൻ്റെ ഇതാര് പറയുന്നു? ഞാൻ ആ വീട്ടിൽ പോകുന്നുണ്ട് എടുക്കുന്നുണ്ട്, അണ്ണൻ്റെ ഇതാര് പറയുന്നു? എന്റെ കൊച്ചുങ്ങൾ വലിയ സംസാരിക്കാറായില്ല, അവർക്ക് പറഞ്ഞു കൊടുക്കാറായിട്ടില്ല, അതിന്റെ അമ്മ അവിടെ പോകുന്നെന്ന് പറഞ്ഞു കൊടുക്കാറായിട്ടില്ല. ഇത് പറയണമെങ്കിൽ അതിന്റെ പിന്നിൽ വേറെ ആളുണ്ട്. അണ്ണ ചിരിക്കാനും വേണ്ട, എന്റെ ജീവിതം കൊണ്ടാണ് അണ്ണൻ കളിക്കുന്നത്. അനിൽകുമാറെ മദ്യപിക്കാറുണ്ടോ? വല്ലപ്പോഴും. ഇതൊക്കെ ഞാൻ ചെയ്തതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്തതല്ല. അതിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഞാനിത് ചെയ്തിട്ടില്ല. കമ്പൗണ്ട് അടിച്ചോ? ആ, എന്റെ ദേഹത്ത് പൂത്തം അടിച്ച്. അതിനാണ് പറഞ്ഞത് ഞാൻ ഉരുണ്ട് മറിഞ്ഞെന്ന്. അപ്പൊ എന്ത് ചെയ്തു? കരഞ്ഞു. ഇല്ല 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 ഇല്ല, ഞാൻ കരഞ്ഞെന്നുള്ള സത്യമാണ്. ഞാൻ തറയിൽ കിടന്ന് കരഞ്ഞു, തറ കിടന്ന് തന്നെയാണ് കരഞ്ഞത്. ഈ ഉരുടെന്നൊക്കെ പറഞ്ഞത് വെറുതെ കള്ളം. അല്ല, അനിലിന്റെ സംശയം എന്ന് പറയുന്ന ഒരു സംഗതിയെ കുറിച്ചാണ് ലീനയ്ക്ക് ഏറ്റവും വലിയ വിഷമമായിട്ടിവിടെ പറഞ്ഞിരിക്കുന്നത്. കാരണം അവർ വെളിയിൽ ഇറങ്ങി നിന്നാലോ അല്ലെങ്കിൽ രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ അവരുടെ അടുത്ത് അല്ലെങ്കിൽ ആരോ വന്നിട്ട് പോയി എന്നുള്ള രീതിയിൽ അതിലൊരു സംശയമുണ്ട്. ഒരിക്കലും മനസ്സുകൊണ്ട് പോലും ഒരു ദ്രോഹം നിങ്ങൾക്ക് ചിന്തിക്കാത്ത ഒരു സ്ത്രീയാണ് അവർ. അപ്പം അവരെ നിങ്ങൾ അങ്ങനെ സംശയിക്കുന്നു എന്നുള്ളതാണ് അവരുടെ വിഷമം. അത് എന്തുകൊണ്ടാണ് അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നത്? ഞാൻ പറയത്തില്ല. എന്താ മോശമായ കാര്യമാണോ? മോശമായ കാര്യമായോണ്ടാണ് പറയണ്ടെന്ന് വിചാരിച്ചത്. അതിനകത്ത് എനിക്ക് സംശയിച്ചേ പറ്റൂ. അതിനകത്ത് ഞാനെന്നല്ല, ഇനി ഏതൊരു വ്യക്തിയാലും സംശയിച്ചേ പറ്റൂ. അതിനകത്ത് തെറ്റ് പറഞ്ഞാൽ എന്നെ നേരത്തെ ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾ കോടതിയിൽ കൊണ്ടിടുകയോ ജയിലിൽ കൊണ്ടിടുകയോ എന്ത് ചെയ്താലും എനിക്ക് സന്തോഷമില്ല. എൻ്റെ 2 മക്കൾക്ക് വേണ്ടിയാണെങ്കിൽ ഞാൻ ആ സന്തോഷത്തോടെ ചെയ്യും. പുറത്തു പോയി നിന്നു, പുറത്തു പോയവർ നിങ്ങളുടെ ഭാര്യ പുറത്തു പോയി നിൽക്കുന്നു, അല്ലെങ്കിൽ ആവശ്യമില്ലാതെ കൂടുതൽ ആൾക്കാരോട് സംസാരിക്കുന്നു, തൊട്ടപ്പുറത്തെ വീട്ടിൽ പോയി നിന്നു, അതിനെക്കുറിച്ചൊക്കെ ചോദ്യം ഞാൻ. പക്ഷെ നിങ്ങളുടെ അടുത്ത് കിടന്നുറങ്ങുന്ന, നിങ്ങളുടെ വീട്ടിൽ കിടന്നുറങ്ങുന്ന ഒരു സ്ത്രീയുടെ ആ റൂമിൽ ആരെങ്കിലും വന്നിട്ട് പോയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നതിന് എന്തെങ്കിലും ഒരു കാരണം വേണ്ടി? അതൊക്കെ വീടിനടുത്ത് കിടന്ന് ഉരുളുന്ന കാര്യങ്ങളാണ്. എന്നിട്ടാണ് അവരുടെ ഉള്ളംകാലിൽ നിങ്ങൾ കമ്പൗണ്ട് അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അവർ പറയുന്നത്. ചേച്ചി, അങ്ങനെ അടിച്ചു എന്ന് ഞാൻ പറയുന്നത് അയാളത് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് സത്യമായിരിക്കാം. എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ബോധ്യമുണ്ട്, എനിക്ക് ബോധ്യമുണ്ട്. എനിക്ക് അമ്മയും പെങ്ങന്മാരൊക്കെ എനിക്കും ഉണ്ട്. എൻ്റെ ചേട്ടന്മാരും കല്യാണം കഴിച്ച് അവർക്ക് മക്കളും ഉണ്ട്, ഭാര്യമാരും ഉണ്ട്. ഞാൻ കണ്ടിട്ടില്ല അവരാരെ അടിക്കുന്നതും വെട്ടുന്നതും കുത്തുന്നതും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇദ്ദേഹത്തിനെ മാത്രം വിളിച്ചോണ്ടോന്ന് ഞാൻ ഉള്ളം കാലിൽ അടിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ അത്രയും വലിയ പാവം ഞാൻ അയാളുടെ അടുത്ത് കാണിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അയാൾ എൻ്റെ അടുത്ത് കാണിക്കുകയോ ചെയ്തിട്ട് വേണം ഉള്ളം കാലി അടിക്കണം. അങ്ങനെ ഒരു അടി ഞാൻ അടിച്ചിട്ടുണ്ടെന്നെങ്കിൽ ഈ പറഞ്ഞതിനകത്ത് ഞാൻ ഇപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ഇത്രയും സംസാരിക്കത്തില്ല. ഞാൻ അവിടെ നിന്ന് വന്നപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചെന്ന് പറയുക, എന്ത് പറഞ്ഞാലും അയാളുടെ ഭാഗത്ത് ശരിയെന്ന് വിട്ടുകൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ അവിടെ വന്നിരുന്നത്. പക്ഷേ ഇപ്പോഴും വരുന്നത് പറഞ്ഞാൽ ഇന്നലെ രാത്രിയാണ് എൻ്റെ അടുത്ത് വിളിച്ച് കാര്യം പറയുന്നത്. ഇന്നലെ രാത്രി വിളിച്ച് പറഞ്ഞാൽ ഞാൻ കൊട്ടാരക്കര നിന്ന് ജോലി ചെയ്യുന്നതാണ്. എനിക്ക് സാറേ ഞാൻ ചെയ്യാത്ത തെറ്റാണ്. ഞാൻ ഒരു തെറ്റും ഞാൻ ഇന്നേ വരെ ആർക്കും ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏത് കോടതി വരുന്നതിന് എനിക്ക് പേടിയില്ല, ഞാൻ വരാമെന്നാണ്. അങ്ങനെയാണെന്ന് ഇവിടം വരെ ഞാൻ എത്തി. പരവൂര് പോലീസുകാരെ വിളിച്ച് 1 2 3 തവണ എന്നെ വിളിച്ച്. എന്താണ് പരാതി കൊടുത്തിരിക്കുന്നത്? എന്നെ അടിപ്പിക്കണം. അല്ല, അവർ കൊടുത്ത പരാതി പരാതി ഞാൻ മർദ്ദിക്കുന്നെന്നും പറഞ്ഞാണ് പരാതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇതുവരെ ഒരു മർദ്ദനം അവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ അടിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അടിച്ചിട്ടുണ്ട്. ആദ്യ തവണ ഞാൻ അടിച്ചിട്ടുണ്ട്. അടിച്ചില്ല എന്ന് ഞാൻ തീർത്തും പറയുന്നില്ല, ഞാൻ അടിച്ചിട്ടുണ്ട്. അടിച്ചത് കൊച്ചുങ്ങളെ വൃത്തിയാക്കുക, അതെനിക്ക് നിർബന്ധം കാര്യമോ എന്ന് പറഞ്ഞാൽ ഞാൻ കുഞ്ഞുനാളിൽ പഠിക്കാൻ പോയ സമയത്ത് ഞാൻ കുടിക്കാതെയും നനയ്ക്കാതെയും കീറി നിക്കറി ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് പോയ ഒരു ബുദ്ധിമുട്ട് എനിക്കറിയാം. എൻ്റെ അച്ഛനും അമ്മയ്ക്കും പറ്റാത്തതുകൊണ്ട് അടിക്കാം. അങ്ങനെ പോയ ചരിത്രത്തിൽ അതേ രീതിയിൽ എൻ്റെ മക്കൾ മുമ്പോട്ട് വരരുത് എന്നാൽ ഞാൻ അവിടെ കാണുന്നതാണ്. അങ്ങനെ കൊച്ചുങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കൊച്ചുങ്ങൾ നടക്കേണ്ട കാര്യമില്ല. ചോറ് വയ്ക്കുന്ന പാത്രങ്ങൾ എല്ലാം കഴുകാനും പറക്കാതെ അങ്ങ് വെളിയിട്ടിരിക്കും. അത് പായിട്ട് മൂടിയിട്ടിരിക്കും. ഞാനത് വെള്ളം ഒഴിച്ചൊന്ന് കഴുകി വെക്കുകയോ അല്ലെങ്കിൽ തിന്നുന്ന പാത്രം എന്ന് വെച്ച് വെള്ളം ഒഴിച്ച് ലാമ്പി പുറത്തോട്ട് കളയുകയോ ഒന്ന് തൂക്കുകയോ വാരയോ ഒന്നും ചെയ്യണ്ടെങ്കിൽ അതിനകത്ത് ഞാൻ ചോദിച്ച് തെറ്റ് പറഞ്ഞാൽ ഞാൻ അടിച്ച്. അതിനകത്ത് ഇനി ഏത് കോടതിയിലും ഞാൻ പറയും. അതൊന്നും എനിക്ക് തെറ്റാന്ന് തോന്നുന്നില്ല. വീട് വൃത്തിയാക്കുന്ന തെറ്റാണോ ആ കൊച്ചുങ്ങളെ വൃത്തിയാക്കുന്നത്? തോനെയൊന്നും ഞാൻ പറഞ്ഞില്ല. ആ ഇപ്പം വാരിക്കെട്ടി ഒരുങ്ങിയൊക്കെ നിൽക്കുന്നല്ലേ, ആ മുടി പിടിച്ചത് ആർന്ന് നോക്കിയേ, ഈ 4 ഭാഗത്ത് ഇത് ഈരാണ്. അത് തന്നെ കോതി വൃത്തിയാക്കാൻ പറഞ്ഞാൽ ചെയ്യത്തില്ല.
അപ്പൊ ഈ നിസ്സാര കാര്യങ്ങൾക്കാണ് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്. ആ അത് ഇങ്ങനൊരു പേരായി ഇറക്കി നിസ്സാര വിട്ടെന്ന് എന്ത് കാര്യത്തിൽ കാരണം ഇറക്കി വിട്ട്? അല്ല ഇതൊക്കെ നിസ്സാര കാര്യങ്ങളല്ല. ഇല്ല, ഒരിക്കലും ഇല്ല. നിങ്ങൾക്ക് എപ്പോഴാണെങ്കിലും എന്റെ വീട്ടിൽ ഒന്ന് അന്വേഷിക്കാം എന്റെ കൊച്ചുങ്ങൾ നിൽക്കുന്നത്. ഇതെല്ലാം പറഞ്ഞ കള്ളമാണ്. കാരണം ഈ സംഭവം ഒരു ബാത്റൂം പോലും ഇല്ല ഞങ്ങൾ കെട്ടിയ വീട്ടില്. എന്റെ കുട്ടികൾക്ക് കൊണ്ടാക്കാൻ പോലും സ്ഥലമില്ല. അണ്ണൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ എവിടെ കൊണ്ടുപോകും? കുറേ ദൂരെ പോകണം. ഇത് ഞാൻ എത്ര അയ്യത്താണ് നമ്മൾ കൊണ്ട് കളയുന്നത്. ഇതൊന്നും അണ്ണൻ അറിയുന്നില്ല. പിന്നെ എന്തിനാ ഇതിന്റെ പേരിൽ ഇങ്ങനെ സംസാരിക്കുന്നത്? നിങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങളെ പെങ്ങന്മാരുണ്ട്. ഒരു രാവിലെ ജോലിക്ക് ഇറങ്ങി പോകുന്ന വ്യക്തി ഇതൊക്കെ എങ്ങനെ അറിയുന്നു? ഞാൻ ഇതൊക്കെ ചെയ്യുന്നില്ല. ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം അത് ഒഴിവാക്കണം ജീവിതത്തിൽ നിന്ന്. നിങ്ങൾ ഏറ്റവും കൂടുതൽ പോയിന്റ് ഔട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ പെങ്ങളെയും അമ്മയുമാണ്. അത് ഒഴിവാക്കുക. അത് ഒഴിവാക്കൂല. കാരണം അവരെന്തോ പറഞ്ഞോട്ടെ, നിങ്ങൾ ആ പ്രവൃത്തി ചെയ്തോ ഇല്ലയോ എന്നുള്ളതിന്റെ കാര്യം ഇവിടെ കേട്ടാൽ മതി. പെങ്ങള് പറയുന്നത് കേൾക്കുന്നു എന്ന് പറയുന്നത് അത് വേണ്ട. അത് അയാളുടെ ഡിഫക്റ്റ് ആണ്. അയാളുടെ കൂടെ നിങ്ങളെക്കാൾ കൂടുതൽ വർഷം അയാൾ പെങ്ങളുടെ കൂടെയാണ് ജീവിച്ചിട്ടുള്ളത്, അമ്മയുടെ കൂടെയാണ് ജീവിച്ചിട്ടുള്ളത്. ഇതെങ്ങനെ അറിയുന്നു എന്ന് ചോദിച്ചപ്പോൾ തന്നെ അത് സത്യമാണെന്നല്ലേ വരുന്നത്. നിങ്ങൾ എന്താ ചോദ്യം ചോദിക്കുന്നത്? അണ്ണൻ വരുന്നതിന് മുമ്പ്, ജോലിക്ക് പോയ അണ്ണൻ വരുന്നതിന് മുമ്പ് ഈ വിവരം എങ്ങനെ അറിയുന്നെന്നാ ചോദിക്കുന്നത്. ഇല്ല, ഇതൊന്നും നടന്നിട്ടില്ല. ഒരിക്കൽ പോലും നടക്കാത്ത കാര്യമാണ്. ഇനി എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. അല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വീട്ടിൽ നിന്ന് ഇറക്കി വിടുക എന്ന് പറയുന്നത് ശരിയായ കാര്യമാണ്. സാറേ എന്തുവാണ് സാറേ പറയുന്നത്? ഇറക്കി വിടുന്നു. എന്തിന് ഇറക്കി വിടുന്നു? എന്റെ പേരിൽ വസ്തുവില്ല. എന്റെ 2 മക്കളെ പേരിലാണ് വസ്തു. ഞാൻ എന്തിനാ ആരാ ഇറക്കി വിടുന്നത് അവിടുന്ന്? ഇയാളെ ഇറക്കി വിട്ടാൽ ഇയാൾക്ക് എന്നെ ഇറക്കി വിട്ടൂടെ? അങ്ങനെയാണ് എന്റെ പെങ്ങൾ എഴുതി തന്നേക്കാണ്. എന്റെ കൊച്ചുങ്ങൾക്ക് 2 പേരിലാണ് എഴുതി തന്നത്. അങ്ങനെ ഇയാളെ ഞാൻ ഇറക്കി വിടുന്ന അയാൾ എൻ്റെ അടുത്ത് പറയാനല്ലോ, നീ ആദ്യം ഇറങ്ങിപ്പോയി എന്ന് പറയാനൂടെ. അത് ഇയാൾ പറയത്തില്ല. അങ്ങനെ ഞാൻ പറഞ്ഞ അണ്ണൻ ഇറങ്ങിപ്പോകുന്നുണ്ട്. ഇയാളെന്താ അത്രയ്ക്ക് ഉള്ള അയാള്? അല്ല അനിലെ, പെങ്ങള് ഒരു വസ്തു തരുമ്പോ അനിലിന് തരാതെ 2 മക്കൾക്കും കൊടുത്തതിന്റെ പിന്നിൽ തന്നെ സാധാരണഗതിയിൽ ഞാൻ എന്റെ ആങ്ങളയ്ക്ക് കൊടുക്കും. ആങ്ങളെ വിശ്വാസം ഇല്ലാതെ വരുമ്പോ ആ കുട്ടികളുടെ പേരിൽ അത് സുരക്ഷിതമായിരിക്കട്ടെ എന്ന് വിചാരിച്ചുള്ള സാഹചര്യത്തിൽ മാത്രമേ നമ്മൾ അപ്പൊ പെങ്ങള് പോലും കുട്ടികളുടെ പേരിൽ വസ്തു എഴുതിയതിന്റെ അർത്ഥം അനില് മദ്യപിക്കുന്നുണ്ടാവും, സുരക്ഷിതമല്ല, അത് കുട്ടികളുടെ പേരിലിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലേ? കല്യാണത്തിന് മുമ്പേ ഞാൻ ഇയാളെ കൊണ്ടുവരുന്നതിന് മുമ്പേ അറിയാൻ ഞാൻ തോന്നിയാട്ടിയാണ് നടന്നതാണ്. തോന്നിയാസമായിട്ട് തന്നെ നടന്നതാണ്. ഇപ്പോഴേ DHR പ്രവർത്തനത്തിൽ കയറിയതിനു ശേഷമാണ് ഞാനിപ്പം ഒരു 9 വർഷത്തിനകത്താണ് ഞാൻ ഇപ്പൊ ഇങ്ങനെ ആയത്. ഇപ്പൊ ഞാൻ ഇപ്പൊ എന്തെങ്കിലും മുമ്പെന്ന് പറഞ്ഞാൽ എന്തിനാന്ന് പറഞ്ഞാൽ ഞാൻ കുന്തിരാന്ന് പറയുന്നൊരു മോനായിരുന്നു. ഇപ്പൊ എന്തിനാന്ന് സ്വന്തം പെറ്റ തള്ളക്ക് വിളിച്ച പോലെ അണ്ണ ഇങ്ങനെ വെച്ചുകൊണ്ട് പോവുകയാണ് ഞാൻ. ഇപ്പോഴത്തെ സാഹചര്യം ഞാൻ പറയണം. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് പിന്നെ ഇത്രയൊക്കെ കാര്യങ്ങൾ കേട്ടാലും പറഞ്ഞാലും പോരെ. ഇത് അടിച്ചെന്നും മർദ്ദിച്ചെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ ഞാൻ ചെയ്തതാണോ അല്ലെന്ന്. ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. അനിൽ ഇപ്പൊ നമ്മുടെ ഈ വേദിയിൽ തുറന്ന് പറയുന്നില്ലെങ്കിലും അനിലിന്റെ ഉള്ളില് ലീനയ്ക്കെതിരായിട്ട് എന്തൊക്കെയോ ഒക്കെ പറയണം എന്നുണ്ട്. അപ്പൊ ആ സാഹചര്യത്തിൽ കുറച്ച് അടിയൊക്കെ കൊടുത്ത് കാണാം. അതെ, അതൊക്കെ അടിക്കുന്ന കാര്യം ഞാൻ മുമ്പേ ഞാൻ പറഞ്ഞടിച്ചത്. 6 മാസമായ ഒരു കൊച്ചിന് കുപ്പത്തൊട്ടി കൊണ്ട് കളയുന്ന കണക്കാണ് എൻ്റെ മുമ്പിൽ വെച്ചിട്ട് വെളുപ്പാൻ രാവിലെ 5 മണിക്ക് ഇറങ്ങി പോയിട്ട് 6 മാസം വരെ എൻ്റെ അടുത്ത് നിന്ന് മാറുന്നത്. 6 മാസമായ ഒരു ഒരു പെങ്കൊച്ചിന് പാലോടി മാറാത്ത പെങ്കൊച്ചിനെ എൻ്റെ അടുത്ത് കുപ്പത്തൊട്ടി ഇട്ടിട്ട് പോകുന്ന കണക്കാണ് വെളുപ്പാൻ രാവിലെ 5 മണിക്ക് എണീറ്റ് പോയ ആളാണ്. ആ സംശയത്തിന്റെ പേരെന്ന് പറഞ്ഞാൽ പോയി. ആ പോയ ആൾ പിന്നെ വരുന്നത് 6 മാസം കഴിഞ്ഞാൽ. അങ്ങനെ ഈ 6 മാസം വരെ ഈ കുഞ്ഞിന് ആര് പാൽ കൊടുക്കും? ഈ കൊച്ചിനെ ആര് നോക്കും? പോയോ? ഇല്ല, ഞാൻ എന്റെ പോകുമ്പോ എന്റെ കൊച്ചിനെ കൊണ്ട് തന്നെ പോയത്. കുട്ടികളെ ഞാൻ വിട്ടുകൊടുത്തിട്ടില്ല. എന്റെ കൊച്ചിനെ കൊണ്ട് തന്നെ പോയിട്ടുള്ളത്. ഈ പറയുന്ന സംഭവത്തിൽ എന്റെ 2 കൈയും ബാക്കിൽ കെട്ടി വെച്ചിട്ട് വലിയ ബക്കറ്റില് മണ്ണ് നിറച്ച് എന്റെ കയ്യിൽ വെയിറ്റ് കെട്ടിയിട്ടുണ്ട്. ഇത് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് വെളിയിൽ അന്ന് അമ്മയുണ്ട്, പെങ്ങളുണ്ട്, എല്ലാവരും ആ വീട്ടിൽ നിൽപ്പുണ്ട്. ഇത് ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടുണ്ട് തന്നെ. എന്തിനായിരുന്നു അത്? ഈ സംശയത്തിന്റെ പേരിൽ, അതായത് തൊട്ടപ്പുറത്തെ വീട്ടിലോട്ട് ചേർക്കാനുമായിട്ട് ഞാൻ എത്തിയൊളിഞ്ഞ് നോക്കുന്നു എന്നുള്ള പേരിലാണ് ഇത് ചെയ്യുന്നത്. ഒന്നും പറയത്തില്ല. എത്ര വഴക്കം നടന്നാലും അവർ ഒന്നും പറയുന്നില്ല. അണ്ണനോട് എന്താ നീ അവളെ അങ്ങനെ ചെയ്യുന്നെന്ന് പോലും ചോദിച്ചിട്ടില്ല. ഞാനിട്ട് പറയാനും പോയിട്ടില്ല. അമ്മ ഇന്നതിനാണ് എന്നെ ഇങ്ങനെ ചെയ്യുന്നതെന്നും ഞാൻ പറയില്ല. ഒരു പ്രാവശ്യം പറഞ്ഞോളൂ. അതിനെനിക്ക് മറുപടിയും തന്നു. നീ അവന്റെ കൂടെ വന്നെങ്കിൽ എല്ലാം സഹിച്ചു തന്നെ ജീവിക്കണം മോളെ എന്ന് പറഞ്ഞത്. അതിന് ആ മറുപടി എനിക്ക് തന്നിട്ടുണ്ട്. ഈ ഒരു വാക്ക് തന്നെ.
പിന്നെ നിങ്ങൾ എങ്ങനെ അത് കൈയൊക്കെ കെട്ടഴിച്ചു വിട്ടതാരാ? അദ്ദേഹത്തെ ഒരുപാട് നേരം നിർത്തിയത്, ഒരു 10 മിനിറ്റെങ്കിലും എന്നെ നിർത്തിയിട്ട് ഞാൻ കരഞ്ഞെറിഞ്ഞ് നിൽക്കുകയായിരുന്നു, ഇങ്ങനെ ബാക്കിൽ കെട്ടി നിർത്തിയിട്ട് കരഞ്ഞെറിഞ്ഞ് നിൽക്കുകയായിരുന്നു. ആ സമയത്ത് പിന്നെ അണ്ണൻ തന്നെ അഴിച്ചിട്ട് പറഞ്ഞു, നീ നിന്റെ വീട്ടിൽ പോകുന്നു, നീ ഇവിടെ നിൽക്കേണ്ടെന്ന്. കാരണം ഒന്ന് പറഞ്ഞ് രണ്ടാമതൊരു പറഞ്ഞതാണ്, നീ ഇവിടെ നിൽക്കേണ്ട, നീ പോ, നിന്നെ ഞാൻ വിളിച്ചിട്ടല്ലേ വന്നത്, നീ വന്ന് കയറിയതല്ലേ, പോ. ഇത് തന്നെയാണ് പറയുന്നത്. പിന്നെ 6 മാസം കൊച്ചിനെ വിട്ടിട്ട് പോയെന്ന് എന്താണല്ലേ പറഞ്ഞേ? കള്ളം പറഞ്ഞേ. ഒരു കുഞ്ഞിനെ കൊണ്ട് പോയെന്നാണല്ലേ പറയുന്നത്? ഞാനാണ് 6 മാസം വരെ ആ കൊച്ചിനെ നോക്കിയത്, പഴങ്കഞ്ഞോളം കൊടുത്തു, ഞാനും എൻ്റെ അമ്മയും. അങ്ങനെ കൊടുത്ത കൊച്ചിന് വേറൊന്നും പറയണ്ട. ഈ 1 വർഷം പോയ എന്നെ കൊച്ചുങ്ങൾ എന്നെ കാണാതിരിക്കുന്നു. ഈ 1 വർഷമായി എന്നെ കൊച്ചുങ്ങൾ കണ്ടിട്ട്. ആ കൊച്ചുങ്ങൾ എൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തി പോകട്ടെ. ആദ്യം മുതലേ പറയുന്നത് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അനിൽ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ടെന്നാണ് പറഞ്ഞു. ഇപ്പോഴും അവർ പറയുന്നതാണ് അവരുടെ കാര്യങ്ങളിൽ അവർക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നതാട്ടെ, ആഹാരം വാങ്ങിച്ചു കൊടുക്കുന്നതാട്ടെ, എല്ലാ കാര്യങ്ങളും അനിൽ നല്ലോണം നോക്കുന്നില്ല. അവരോടുള്ള പെരുമാറ്റത്തിലെ കാര്യം അവരോടൊന്നും ഒരു പെരുമാറ്റം ഇല്ല സാറേ. അത് ശരി, ഒന്നും ഇല്ലെന്ന് തന്നെ അവര് പറയുന്നത്. ഒന്നുമില്ല. കുഞ്ഞുങ്ങൾ അവരല്ലേ പ്രസവിച്ച് തന്നത് നിങ്ങളുടെ. അപ്പൊ ആ അമ്മയെ സ്നേഹിച്ചിട്ട് വേണ്ടേ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ? ഇപ്പൊ അവർക്ക് നിങ്ങൾ കുഞ്ഞുങ്ങളെ നോക്കുന്നില്ല എന്നുള്ള പരാതിയില്ല, കുഞ്ഞുങ്ങൾക്ക് പിന്നെ കുഞ്ഞുങ്ങളോട് നിങ്ങൾക്ക് സ്നേഹമില്ല എന്നുള്ള പരാതി ഒന്നുമില്ല. പക്ഷെ അവര് നിങ്ങൾ മാത്രമാണ് രക്ഷ എന്ന് വിചാരിച്ച് നിങ്ങളെ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് അവരുടെ വീട് വിട്ടിറങ്ങി നിങ്ങളുടെ അടുത്ത് വന്നു. പക്ഷെ നിങ്ങൾ പലപ്പോഴായിട്ട് അവരെ നിങ്ങളെ മാത്രമേ സ്നേഹിക്കുന്നുള്ള ഒരു വിചാരം നിങ്ങൾക്കില്ല. അതുകൊണ്ട് നിങ്ങൾ അവരെ ഇറക്കണം. പിന്നെ പ്രത്യേകിച്ച് ആരോരും ഇല്ല എന്ന് ഇനി കയറി ചെല്ലാൻ ഇടമില്ല എന്ന് അറിയാവുന്ന ഒരാളിനെ ഇറങ്ങിപ്പോ എന്നിങ്ങനെ പറയുമ്പോൾ വലിയ വിഷമം തോന്നത്തില്ല? ചേച്ചി, അതൊരു കാര്യമുണ്ട്. ഒരു ദിവസം ഇറങ്ങിപ്പോവാൻ പറഞ്ഞു ഇറങ്ങിപ്പോയി. ഈ പോയ സമയത്ത് ആരോരും ഇല്ലാത്ത ആളെ ഞാൻ പോയി വിളിച്ച്. ആ വിളിച്ചപ്പോൾ സ്വന്തം നിലനിൽപ്പാണെന്ന് കാണിച്ചത്. പക്ഷേ അയാളെ വീട്ടിലാണ് അയാൾ പോയത്. ആ വീട്ടിൽ ചെന്നപ്പോൾ ഫസ്റ്റിലെ എന്നെ അടിക്കാൻ എടുത്ത പട്ടിയലാണ്, ഇദ്ദേഹമല്ല, ഇദ്ദേഹത്തിൻ്റെ മാമൻ എന്നെ എടുത്തത്. പൊടി കൊച്ചിൻ്റെ കൈ ഇരുന്നുകൊണ്ട് ഞാൻ അന്ന് രക്ഷപ്പെട്ട്. നാഗവല്ലി കളിക്കുന്നതൊക്കെയാണ് അന്ന് അവിടെ നിന്ന് കളിച്ചത്. എന്തെല്ലാം പറയാൻ പറ്റുന്നു, എന്തെല്ലാം എന്നെ പറഞ്ഞു തന്നത്, എന്തോ കാരണത്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നെ അദ്ദേഹം എന്നെ പറഞ്ഞു വിട്ടത് എൻ്റെ അമ്മയെ പോയി കാണണമെന്ന്. ഞാൻ അമ്മ എന്ന് വിളിച്ചതേ ഉള്ളൂ വീട്ടിൽ പോയി. പിന്നെ പറഞ്ഞു കൂട്ടാൻ എന്തോന്ന് എനിക്കറിഞ്ഞൂടാ. അങ്ങനെ ഉപരി അവരെ വീട്ടിൽ ഇന്ന് വരെ എന്നെ സ്നേഹിക്കുന്ന ആരുമില്ല ആ വീട്ടിൽ. എന്നാൽ എന്നെ സ്നേഹിക്കേണ്ട ആരും, എൻ്റെ വീട്ടുകാർ എന്നെ സ്നേഹിക്കുന്നില്ല, പിന്നെ എന്നെ സ്നേഹിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഇവർക്ക് എന്താണെന്നറിയോ, അവരുമായിട്ട് ആലോചിച്ചാലല്ലോ ഒരു കല്യാണം പോലെ നിങ്ങൾ. ചേച്ചി, അത് കൊണ്ട് വന്നപ്പോഴേ ഇദ്ദേഹത്തിനെ കൊണ്ട് എൻ്റെ വീട്ടിൽ കയറാനായിട്ട് ജീവിക്കത്തില്ലെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഇവരുടെ അമ്മ, ഇവരച്ഛൻ, ഇവരെ ആങ്ങള, ഇദ്ദേഹത്തിന്റെ അമ്മ, അവരുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നിരുന്നു അവിടെ. ഇവർ തനിച്ച് വന്നല്ലേ പറഞ്ഞു. അപ്പൊ പിന്നെ അവരെപ്പോഴാ അത് പറഞ്ഞു? ഇവര് വന്നതിന് ശേഷം തിരക്കി അവിടെ പിറ്റേന്ന് വന്നപ്പോഴാണ് എന്റെ മുഖത്തും അയാളെ മുഖത്ത് നോക്കി പറഞ്ഞത്, നീ ഇവളുമായിട്ട് ജീവിക്കത്തില്ലെന്ന് എന്റെ അടുത്ത് പറഞ്ഞിട്ട്. ആ വാക്ക് ഇന്നും അവർ വലിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എന്റെ അമ്മ സഹായങ്ങൾ ചെയ്യുന്നത്. എനിക്ക് എന്തോ സഹായം? എനിക്ക് എന്റെ അനിയത്തിയുടെ പണയം വെച്ചത് ആരാ എടുത്ത് തിരിച്ചു കൊടുത്തത്? ആരാ തിരിച്ചു കൊടുത്തത്? ആര് കൊടുത്തോ ഏവര് കൊടുത്തോ, ഞാൻ കൊണ്ട് വെച്ചില്ല. ഞാൻ സ്വർണ്ണം ആരെയൊന്നും മേടിച്ചിട്ട്. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് സാധനം. 2 കവർണത് നിറച്ച് പഴന്തുണി കൊണ്ടുവരുന്ന ഞാൻ കണ്ട്. ഈ സ്വർണം കണ്ടിട്ടില്ല. നിങ്ങളെ പെങ്ങൾക്ക് എങ്ങനെ സഹായിച്ചു? അവരമ്മയുടെ പെങ്ങളെ കണ്ണീര് കണ്ടോണ്ടാണ് ഞാൻ കൊടുത്തത്. കാരണം എന്റെ അനുഭവം ഉള്ളതുകൊണ്ട് ഒരു പെൺകുട്ടീനെ നിങ്ങൾ ആവേശം കൊള്ളേണ്ട കാര്യമില്ല. ഇപ്പൊ ഇദ്ദേഹം ഇവിടെ പറഞ്ഞ ഒരു വാചകം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോ? വീട്ടിൽ ചെന്നപ്പോ നാഗവല്ലി കളിച്ചു എന്ന് സംസാരിക്കും എന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. കുറച്ചൊക്കെ നിയന്ത്രണം വേണം വാക്കുകൾക്ക്. ഇത്രയും ആവേശം കൊള്ളണ്ടേ, ഇത്രയും ബഹളം വെക്കേണ്ടേയും കാര്യമില്ല. സംസാരിക്കുമ്പോൾ പോലും കൈ ഇങ്ങനെ ചൂണ്ടിയോ നിങ്ങൾ വർത്തമാനം പറയുന്നത്? അതൊന്നും ആ രീതികളൊന്നും ശരിയല്ല. മനസ്സിലായില്ലേ? അയാൾ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. ഒരു കുടുംബം വളർത്തുമ്പോൾ നിങ്ങൾ നിസ്സാരമാണെന്ന് നിങ്ങൾ കരുതുന്ന ചില കാര്യങ്ങൾ നിസ്സാരമല്ല. ഈ പറയുന്ന വേറെ കാണുന്നവർക്കും കേൾക്കുന്നവർക്കോ ചിലപ്പോൾ നിസ്സാരമായിരിക്കില്ല. ഒരു കുടുംബത്തിൽ ഒരു ഭാര്യ എന്ന നിലയിലും ഒരു അമ്മ എന്ന നിലയിലും ശീലിച്ചു പോകേണ്ടതും ചെയ്തു പോകേണ്ടതും ഒരുപാട് പാലിക്കപ്പെട്ടു പോകേണ്ട ഒരുപാട് കർത്തവ്യങ്ങളുണ്ട്. അങ്ങനെ ഒരു കണ്ണിൽ എന്നെ കണ്ടിട്ടില്ല. അനിൽ പറഞ്ഞ വാക്ക് വിശ്വസിച്ച് പെട്ടെന്ന് ഇറങ്ങി വന്നു. അപ്പൊ അത്രയും നിസ്സാരമായിട്ട് ഇറങ്ങി വരാൻ ഇവിടെ കൊണ്ട് സാധിച്ചല്ലോ എന്നൊരു തോന്നൽ അനിലിന്റെ മനസ്സിലുണ്ട് അല്ലേ? അതല്ലാതെ ഉത്തരവാദിത്തപ്പെട്ടവർ നിന്ന് കൈ പിടിച്ചതാ ഇങ്ങനെ കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു എങ്കിൽ കുറച്ചുകൂടെ ഒരു കാര്യഗൗരവം അനിലിനുണ്ടാവുമായിരുന്നു. ഇതെല്ലാവരുടെ ജീവിതത്തിലും സംഭവിക്കുന്നതാണ്. ആ കാര്യത്തിൽ നിങ്ങളുടെ വീട്ടുകാർ ഇടപെട്ടില്ല എന്നുള്ളതൊരു വലിയ, ഇന്നിപ്പോൾ അവർ പണയം വെച്ച് സഹായിച്ചത് കൊണ്ടോ
കാശ് കൊടുത്ത് സഹായിച്ചോണ്ടോ യാതൊരു കാര്യവുമില്ല. അല്ല അന്ന് അങ്ങനെ ഉണ്ടായിരുന്നു. അന്ന് അണ്ണനെ കൂടെ ഇറങ്ങി വന്നപ്പോഴേ എങ്ങനെ ഉണ്ടായിരുന്നു, എങ്ങനെ? സഹായിച്ചിട്ടുണ്ട്. എന്ന് എന്തിനു സഹായിക്കുന്ന ഇങ്ങനെ പെണ്ണിനെ ഇറക്കി അങ്ങോട്ട് വിട്ടേച്ച് പുറകെ ആട്ടോയിൽ വന്ന് അന്വേഷിച്ച് വെച്ച്? അല്ല അല്ല അല്ലാതെ അല്ലാതെ പൈസ ആയിട്ടൊന്നും സഹായിച്ചിട്ടുണ്ട് എന്റെ അച്ഛൻ. എങ്ങനെ നിങ്ങൾ എങ്ങനെ പിന്നെ ഒറ്റയ്ക്ക് ഇറങ്ങി വന്നു വീട്ടിൽ നിന്ന്? അല്ല അങ്ങനെ അണ്ണന്റെ കൂടെ വന്നിട്ട് ഈ അണ്ണൻ തന്നെയാണ് എന്റെ അച്ഛൻ്റെ അടുത്ത് കൂടെ പറഞ്ഞത്. വന്നിട്ട് നിങ്ങൾ പറഞ്ഞ കൂടെ വരാനുണ്ടായ സാഹചര്യം എന്താ? അതെന്റെ അമ്മയുടെ പ്രശ്നം. അതാ പറഞ്ഞത്. ഇത് പിന്നെ ആദ്യം ഒരു വിവാഹം ചെയ്തു, ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ചു, ആ ബന്ധം ശരിയായില്ല. 4 വർഷമായിട്ട് കേസും കാര്യങ്ങളും, ഒരു മോള് നിൽക്കുന്നു, അവളെ രണ്ടാമത് അയക്കേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ട്. ഇങ്ങനെ ഒരു പയ്യൻ പറഞ്ഞിട്ടുണ്ട്, നീ വാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ നല്ലവനാണോ ചീത്തയാണോ, അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നിങ്ങൾ നേരത്തെ ആ സംഘടന കാര്യങ്ങളായിട്ട് പോകുന്നവർക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നു. എന്നാൽ ഇങ്ങനെയെങ്കിലും പോയാൽ ശരിയാവുമോ എന്ന് ചോദിക്കാനോ നോക്കാനോ അവർ തയ്യാറാകാത്തോണ്ടല്ലേ നിങ്ങൾ വന്നേ? പിന്നെ ഒരു കാശ് കൊടുത്ത് സഹായിച്ചിട്ട് എന്ത് കാര്യം? ഒരു നല്ല പുരുഷന്റെ ധർമ്മം അമ്മയെ മാറ്റി നിർത്തുക, ഭാര്യയെ മാറ്റി നിർത്തുക, സഹോദരിയെ മാറ്റി നിർത്തുക, ഇതൊന്നും പ്രായോഗികമല്ല. പക്ഷെ ഓരോരുത്തർക്കും നിൽക്കേണ്ടുന്ന ഒരു ലെവലുണ്ട്, ഒരു സ്ഥാനമുണ്ട്. ഇത് മിണ്ടുമ്പോൾ ഇറങ്ങി എന്ന് പറയുമ്പോൾ പോകാനിടവില്ലാത്തതും ആത്മാഭിമാനത്തിന് ക്ഷതമേൽക്കുമ്പോൾ ഒരു സ്ത്രീ അവിടെ ഇറങ്ങിപ്പോവാണ്. നിങ്ങൾ തന്നെ പറയണം ഞാൻ തന്നെ പോയി വിളിച്ചുകൊണ്ട് വരുന്നു എന്ന്. എന്തിനാ അത് ഒരിക്കൽ ചെയ്യുമ്പോൾ വീണ്ടും അത് ഒഴിവാക്കിക്കൂടെ? നിങ്ങൾക്ക് പറഞ്ഞല്ലോ, നിങ്ങൾക്ക് 7ാം ക്ലാസ് വരെ പഠിച്ചില്ലേ? നിങ്ങൾക്ക് അവരെ സ്നേഹിക്കാൻ കഴിയുമോ? എൻ്റെ കുട്ടികളുടെ അമ്മയാണത്. അവരെ നിങ്ങളല്ലാതെ വേറെ ആര് സ്നേഹിക്കണം? പിന്നെ നിങ്ങൾക്ക് സംശയം ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നു. ആ നിഗൂഢതകൾ നിങ്ങൾ ഇവിടെ വെളിപ്പെടുത്താൻ തയ്യാറല്ല. അത് പറഞ്ഞാലേ ഞങ്ങൾക്ക് അതിന് ദൂരീകരിക്കാൻ പറ്റൂ. ഇനി അതിൽ നിങ്ങളെ കുറ്റം പറയില്ല. അവരുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ അവരെ ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോകാൻ നിങ്ങൾ തയ്യാറാണോ? തീർച്ചയായിട്ടും. നിങ്ങൾ കൂടെ പോകാൻ തയ്യാറാണോ? അനില് ഇടയ്ക്ക് സംസാരിച്ചപ്പോൾ ഒരു വാക്ക് പറഞ്ഞു, എന്റെ കൂടെ എന്റെ കൊച്ചുങ്ങളെ കൊണ്ട് എന്റെ കൂടെ ഒന്ന് താമസിക്കണമെന്ന് തന്നെ പറഞ്ഞത്. ഇപ്പൊ ഈ ഒരു വർഷം പിരിഞ്ഞ് താമസിച്ചപ്പോഴും എത്ര പ്രാവശ്യം കണ്ടു കൊച്ചുങ്ങളെ? അനില് കണ്ടിട്ടേ ഇല്ല. അത് എന്റെ മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കുന്നില്ല അനില്? തീർച്ചയായിട്ടും. അപ്പൊ ആ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ ഇരിക്കും? നിങ്ങളവിടെ അത്രയും സ്നേഹമുള്ള ആ കുഞ്ഞുങ്ങൾക്ക് അവരൊരു പാപവും ചെയ്തില്ലല്ലോ അനില്, അല്ലേ? അതാണ്. അപ്പൊ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ആ കുഞ്ഞുങ്ങളുടെ അച്ഛൻ നിങ്ങളാണ് എന്നുള്ള ആധികാരികമായ സംഗതി പേപ്പർ ഉണ്ടാക്കുക, ലീഗലൈസ് ചെയ്യുക. അതെ, അതിന് വേണ്ടത് നിങ്ങൾ കല്യാണം രജിസ്റ്റർ ചെയ്യണം. ചെയ്യൂലേ? തീർച്ചയായിട്ടും. എന്നിട്ട് ഇപ്പതാ മാഡം പറഞ്ഞതുപോലെ നല്ലൊരു കൗൺസിലിംഗ്. ഞാൻ അടിച്ചെന്ന് പറഞ്ഞപ്പോൾ തെറ്റാണ്. ശരി, മോക്ക് 5 വയസ്സേ ഉള്ളൂ. ഇപ്പം 5 വയസ്സ് തികഞ്ഞതേ ഉള്ളൂ. എൻ്റെ മോൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, മോളാണ്, ഞാൻ മോനെ തന്നെ വിളിക്കാൻ 2 പേരെയും വിളിക്കുന്നത്. ആ മോൻ്റെ അടുത്ത് അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞാൽ അദ്ദേഹം പിന്നെ പോകില്ല. അദ്ദേഹം പോകത്തില്ലെന്ന് പറഞ്ഞാൽ പോകത്തില്ല അങ്ങോട്ട്. പിന്നെ ഞാൻ പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോകത്തില്ല. പക്ഷെ നേരെ തിരിച്ച് ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പോകരുതെന്ന് പറഞ്ഞാൽ അവിടെ പോകും. അങ്ങനെ അറിവ് ഏറ്റവും കൂടുതൽ ആർക്കാണ് അവിടെ വന്നിരിക്കുന്നത്? എനിക്കാണ് വന്നിരിക്കുന്നത്, അല്ലേ? മറ്റവർ കണ്ടവർക്കും അല്ല, എനിക്കാണ് വന്നത്. ഞാൻ പറഞ്ഞ് അവിടെ പോകരുതെന്ന് ഞാൻ പറഞ്ഞാണ് ഏറ്റവും വലിയ തെറ്റ്. അതിന് അറിവ് കൂടിപ്പോയി. ചേച്ചി, ഇതൊക്കെയാണ് തെറ്റ്. അവര് പറയുന്നത് അനിലില്ലാത്ത സമയത്ത് അവിടെ പോയി എന്നുള്ള വിവരം നിങ്ങളുടെ വീട്ടുകാരായിരിക്കുമല്ലോ പറഞ്ഞു തന്നിരിക്കുന്നത്. ശരി, എന്റെ വീട്ടില് ചേച്ചി ഞാൻ പറഞ്ഞു കേട്ടോ, എന്റെ അമ്മയോ എന്റെ പെങ്ങളോ ഇദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്റെ പെങ്ങള് പറഞ്ഞു തന്നതും കാണിച്ചു തന്നതും പാത്രങ്ങൾ കിടക്കുന്നതാണ്. പുറവശത്ത് എന്റെ പെങ്ങളെ വീടിന്റെ ബാക്കിൽ അടുക്കള ആ ജനലിൽ കൂടെ നോക്കിയാൽ പായിട്ട് മൂടിയേക്കുന്ന പാത്രം കാണിച്ചു തന്നുകൊണ്ടത്. അല്ലാതെ അയാൾ എവിടെ പോയത്, ഇവിടെ പോയതോ മറ്റത് കാണിച്ചതോ മറിച്ചത് കാണിച്ചതൊന്നും അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ അത് കേട്ട് വന്ന് ഇദ്ദേഹത്തിനെ നോക്കിച്ചിട്ടുമില്ല. അങ്ങനെയൊക്കെ ചോദിക്കണം. ഇപ്പോൾ ഒരാൾ പറയുന്നത് ഇനി എൻ്റെ കണ്ണാലെ കാണട്ടെ, അതെനിക്ക് സത്യമായിട്ട് ഇപ്പോൾ തോന്നുന്നു. അതല്ലാതെ ഇന്നയാൾ പറഞ്ഞെനിക്ക് സത്യം കേട്ട് എനിക്ക് ഒരാളെ പോയി ദ്രോഹിക്കണമെന്ന് ഒരു കഥ എനിക്കില്ല. അങ്ങനെ ചെയ്തിട്ട് പിന്നെ ഞാൻ പിന്നെ മനുഷ്യനായിട്ട് നടന്നിട്ട് അല്ലെ ആണായിട്ട് നടന്നത് കഥയൊന്നുമില്ല. പിന്നെ അതേ കണക്ക് തന്നെ ഇപ്പം അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വരുന്ന സമയത്ത് എന്തുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം കൂടെ അയാൾക്ക് ചെയ്തുകൂടാ? അത് തെറ്റാണ്. ശരിയാ, അതൊരിക്കലും തെറ്റല്ല. ഒരു ഭർത്താവിന് ഇഷ്ടമില്ലാത്ത കാര്യം, പ്രത്യേകിച്ച് ഇങ്ങനൊരു പ്രത്യേക സാഹചര്യത്തിൽ ഭർത്താവാണ് എല്ലാം എന്ന് പറഞ്ഞു തന്നൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് അനുസരിക്കുക എന്നുള്ളതല്ല. അത് എന്താ പറയുന്നത്, സ്നേഹത്തോടുകൂടി ഇഷ്ടത്തോടുകൂടി അത് വിധേയപ്പെടുക എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. അതൊരു അടിമത്തരമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. പക്ഷെ ഒരിക്കലും 5 വയസ്സുള്ള കുഞ്ഞിനോട് ഉപമിക്കരുത്. അത് അനുസരിക്കുന്നതിന്റെ അർത്ഥം വേറെ. ആയിക്കോട്ടെ, അതിപ്പോ 4 അടി കൊടുത്തിട്ട് പിന്നെ മക്കളെ വാന്ന് പറഞ്ഞ കുഞ്ഞുങ്ങൾ വരും. ഇത് അടിക്കണ്ട അല്ല, അതുകൊണ്ടല്ല പറഞ്ഞ. അതിനെ സംബന്ധിച്ചിടത്തോളം അത്രേ ഉള്ളൂ. അച്ഛൻ പിന്നെ അടിച്ചാൽ എന്ത് ചെയ്യും എന്നുള്ള ഭയവും കാര്യങ്ങളും ഒക്കെയാണ്. ഇത് അങ്ങനെയല്ല, കുറെ കൂടെ മുതിർന്നു. നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും അവരുടെ അഭിമാനത്തിൽ കൂടെ ക്ഷതം പറ്റുമോ എന്നുള്ള ബോധമൊക്കെ ആയില്ലേ?
അപ്പൊ അങ്ങനെ വരുമ്പോ ഇങ്ങനെ സംശയിച്ചിട്ടായിരിക്കും എന്നെ പറയുന്നത് എന്നൊക്കെയുള്ള തോന്നല് വരും. കുഞ്ഞിനകത്ത് അറിയത്തില്ലല്ലോ. ഇങ്ങനെ സംശയം അച്ഛന് ഇഷ്ടമല്ല പോയില്ല എന്നുള്ളതേ ഉള്ളൂ. ഇവർക്ക് അങ്ങനെയല്ല, എന്നെ ഇങ്ങനെയുള്ള വാക്ക് ഉപയോഗിച്ചല്ലോ, അങ്ങനെ ഒരു വാക്ക് പറയണമെങ്കിൽ അത് എന്നെ ഇങ്ങനെ വിചാരിച്ചത് കൊണ്ടായിരിക്കുമല്ലോ എന്നൊക്കെ ചിന്തിക്കും. അതുകൊണ്ട് എനിക്ക് അവിടെ പോകണം എന്നുണ്ടോ? ഇല്ല, അതൊരിക്കലും ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്, നിഷേധാത്മകം പാടില്ല. അതാണ്, അതൊരിക്കലും പാടില്ല. നിങ്ങൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവരുടെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഒരിക്കൽ ജീവിതം നഷ്ടപ്പെട്ടു, രണ്ടാമത് നിങ്ങളാണ് ഏറ്റവും നല്ലത്, ഏറ്റവും ഇനി ജീവിക്കാൻ നിങ്ങളാണ് പിന്നെ എന്താ പറയുക നല്ലൊരു പുരുഷൻ എന്ന് കണക്കാക്കി അവർ വിശ്വസിച്ചിറങ്ങി വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നതും അവർ ശ്രമിക്കേണ്ടതാണ്. ആ കാര്യത്തിൽ ലീനയ്ക്ക് കുറച്ചൊരു ഒരു എന്താ പറയുന്നത് തെറ്റ് പറ്റിപ്പോയി. ഇപ്പോഴുള്ള അനിയത്തിയുടെ കൊച്ചിന് ഇപ്പം 3ാമത്തെ പ്രസവമായിട്ട് കിടക്കുകയായിരുന്നു. അങ്ങനെ ഇയാളെ എൻ്റെ രണ്ടാമത്തെ മോനെ പെറ്റപ്പോൾ അദ്ദേഹമാണ് ഇയാളെ ഹെൽപ്പ് ചെയ്തതെന്ന് പറഞ്ഞു. അങ്ങനെ അതേ കണക്ക് സഹായിക്കാൻ വേണ്ടി ഇയാൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്തപ്പോൾ ഞങ്ങളെന്ന് പറഞ്ഞാൽ കറുത്ത പേപ്പർ ഉണ്ടല്ലോ, ആ കറുത്ത പേപ്പർ ഇട്ടാണ് നമ്മൾ 4 ഇട്ട് മറച്ചിരിക്കാൻ. തൽക്കാലത്ത് പകുതി കല്ല് വെച്ച് കെട്ടിയിട്ട് പകുതി ഷീറ്റിട്ട് മറച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിനകത്തൂടെ നല്ല തണുത്ത കാറ്റാണ്, വയലല്ലേ, നല്ല തണുത്ത കാറ്റ്, ഇഴയുന്തകളൊക്കെ കയറാനൊക്കെ എളുപ്പമാണ്, നല്ല തണുത്ത കാറ്റ്. ആ വീട്ടിൽ ആ കൊച്ചിനെയും കൊണ്ട് ആ പെണ്ണ് വന്ന് കിടക്കുകയാണ്. എൻ്റെ അനിയത്തി വന്ന് കിടക്കുകയാണ്. അന്നേരം അങ്ങനെ വന്ന് കിടന്നപ്പോൾ എൻ്റെ അടുത്ത് ഇയാൾ ഇദ്ദേഹം ചോദിച്ചു, അണ്ണാ നിങ്ങളൊക്കെ ഞാൻ കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇയാൾക്കൊരു ഇപ്പം ഞാനിപ്പോൾ ജോലിക്ക് പോയിട്ട് വരുമ്പോൾ ഞാൻ താമസിക്കും, ഇയാൾക്കൊരു കൂട്ടായി, അല്ലെങ്കിൽ ഇയാൾ കൊണ്ടുവന്ന് സുരക്ഷിത കാര്യങ്ങൾ കണ്ട് ഇവിടെ നിൽക്കി. അപ്പം ഞാൻ ജോലിക്ക് പോയാലും ഒരു ദിവസം വന്നില്ല, എന്നാൽ അത് നിങ്ങൾക്കൊരു സംസാരിക്കാൻ പറഞ്ഞ ഒരു കൂട്ടായാലോ എന്ന് പറഞ്ഞ് നിന്നിട്ട് ഇയാൾക്ക് ചെവി കേൾക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നൊരു സമ്പ്രദായം ഉണ്ട് ഇതിനകത്ത്. ഇയാൾക്ക് ചെവി കേൾക്കാൻ പറ്റും. ഇതേ കണക്ക് അടുത്തടുത്തിരുന്ന് സംസാരിച്ചാൽ ചെവി കേൾക്കത്തില്ല. പക്ഷേ 100 കിലോമീറ്ററിന് അപ്പുറത്ത് അല്ലെങ്കിൽ 100 മീറ്ററിന് അപ്പുറത്തിരുന്ന് സംസാരിച്ചാൽ അയാൾക്ക് കേൾക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു പ്രവണത ഇതിനകത്തുണ്ട്. അദ്ദേഹം അത് അയാളടുത്ത് ചോദിച്ചാൽ മതി, അയാൾ പറയരുത്. അന്നേരം എൻ്റെ പെങ്ങളെയും എൻ്റെയും വിടുന്ന പറഞ്ഞാൽ ഒരു 4 അടി ഗ്യാപ്പേ ഉള്ളൂ. ഞാൻ അപ്പുറത്തെ ഭിത്തിയിരുന്നു, പിന്നെ അവിടുന്ന് ഒരു 8 അടി ഗ്യാപ്പോടെ വരും അങ്ങ് ഹാളിലേക്ക് കയറാൻ പെങ്ങളെ വില്ല. അന്നേരം ഇയാളിരിക്കുന്നത് അതിനും അപ്പുറത്താണ്, ഇരുട്ട് പിടിച്ച മൂവിക്ക് അതാണ് ഇയാൾ അനിയത്തി ഇരിക്കുന്നത്. അന്നേരം അവിടെ ഇരുന്നും കൊണ്ട് എൻ്റെ പെങ്ങന്മാർ 2 പേരും ഇപ്പുറത്തിരുന്ന് പറയുന്ന കാര്യം അയാളെ കേട്ട് അന്ന് രാത്രി 11 മണിക്ക് ഞാനും ഇയാൾ എൻ്റെ മക്കളുമായിട്ട് കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഞാൻ ആ വീട്ടിൽ പോകരുത് എന്ന് പറഞ്ഞ ആ സമ്മതവും എനിക്ക് തന്നിട്ട് ഞാൻ വരുന്ന കാഴ്ച കാണുന്ന ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ്. അങ്ങനെ പിന്നെ കേട്ടില്ല എന്ന് പറഞ്ഞാൽ കണ്ടില്ലെന്ന് പറഞ്ഞാൽ അതിന് ഞാൻ പറഞ്ഞു, ഇനി ഒരു കാര്യം ചെയ്യും, ഇനി നിങ്ങളങ്ങ് ജീവിക്കട്ടെ, ഞാൻ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ ഞാൻ ജോലി ചെയ്ത് കട്ടപ്പണ്ട് കൊണ്ടുവന്ന് തരുന്നത് നീ തിന്നുന്നു, നീ നിന്റെ കൊച്ചുങ്ങൾ തിന്നുന്നത്, അത് നിന്റെ അനിയത്തി വന്നു, നിന്റെ അനിയത്തിയോട് നിങ്ങൾ സ്വന്തമായിട്ട് ജീവിക്കും. ഞാനൊന്നും ചെയ്തില്ല, ഞാൻ എൻ്റെ പേപ്പറും എടുത്ത് എൻ്റെ തുണിയെടുത്ത് ഞാൻ എൻ്റെ പെങ്ങളെ വീട്ടിലേ വന്നോളൂ. അന്ന് രാത്രി 11 മണിക്ക് എന്തെല്ലാം കാണിച്ചു കൂട്ടിയെന്ന് പറയാം അവിടെ, പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. ഈ കഴിഞ്ഞ ഓണത്തിന് ഇടയ്ക്കാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ഇയാൾ രാത്രി 11 മണി ഞാൻ ഇപ്പോൾ മേടിച്ച ഷർട്ടും മുണ്ടുമാണ്, ഇപ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും മേടിച്ചാണ്. മാറി ഉടുക്കാൻ എനിക്കൊരു കയ്യിലെയോ ഷർട്ട് പോലും അവിടെ ഇടാതെ എടുത്തോണ്ട് പോയിരുന്നു മൊത്തവും. ഈ ഇരിക്കുന്ന ആള് ഒരു തേയില വെള്ളം ഇട്ട് കുടിക്കാൻ ഒരു ഗ്ലാസ് പോലും ആ വീട്ടിൽ വെച്ചിട്ടില്ല. ആകെ ഉള്ളത് 3 കല്ലെടുത്ത് വയ്ക്കുന്ന അടുപ്പാണ്. ആ അടുപ്പ് വരെ വലിച്ചിളക്കിക്കൊണ്ട് പോയേ. ഒരു കടുകൂടുന്ന പാത്രം പോലും അവിടെ വെക്കാതെ മൊത്തം സാധനവും ആ വീട്ടിൽ നിന്ന് സർവ്വ സാധനം എടുത്ത് വെളിയിൽ കളഞ്ഞ് അവിടെ ഞാൻ 10,000 രൂപയ്ക്ക് എൻ്റെ കാല് വേദന കൈ വേദനയും കാണുന്ന വലിയ മരത്തിലെല്ലാം കയറി വെട്ടിപ്പറയിക്കൊണ്ടൊന്നും എൻ്റെ വീട്ടിൽ നിൽക്കുന്ന ക്ഷീണം പോലും മാറാൻ ഞാൻ വീട്ടിൽ നിന്ന് മരം വെട്ടി ഉണക്കി 10,000 രൂപയ്ക്ക് വരുന്ന വിറവ് വാരി വെച്ചിരുന്നത് അത് ഉണക്കി വെച്ചാൽ അത് തൊട്ട് വീടിനപ്പുറത്ത് 200 രൂപയ്ക്ക് കൊടുത്താണ് എന്നെ അന്ന് പോലീസ് സ്റ്റേഷൻ കയറ്റിയത്. 200 രൂപയ്ക്ക് ആ വിറവ് കൊടുത്ത് എന്നെ പോലീസ് സ്റ്റേഷൻ എൻ്റെ ചെവുക്കൽ ഉണങ്ങിയാണ് പോലീസുകാർ എന്നെ അടിച്ചിട്ട് പോകണം. എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് നിന്ന് എന്നെ കൊണ്ടുവന്ന് ആ സാധനം എല്ലാം വാരി പുറത്തിറങ്ങിയിട്ട് കണ്ട പെണ്ണുപിടിയന്മാരെ വീടിൻ്റെ പുരയ്ക്കകത്താണ് അന്നത്തെ ദിവസം കിടന്ന് ഉറക്കം. ആ വീട്ടിൽ പോകരുതെന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ പോയി ആ വീട്ടിൽ അവനൊക്കെ ആയിട്ടാണ് അവനാണ് വിറവും കൊടുത്ത് ആ വീട്ടിൽ പോയി കിടന്നത് സുരക്ഷിത കിടക്കുന്ന വീടാ അത്. അവിടെ പെണ്ണുങ്ങളില്ലേ? പെണ്ണുങ്ങളുണ്ട്. ആ പെണ്ണിന് ആ പെങ്ങൾക്കും സംശയമാണ് അച്ഛനെയും മോനെയും. അവർ തന്നെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് ആ വീട്ടിലാണ് ഇദ്ദേഹം പോയി കിടന്നത്. അതിന് നേരെ വശത്ത് കാണുന്ന ഞാൻ പറഞ്ഞ അഴുക്ക പെണ്ണിൻ്റെ വീട്ടിൽ 2 ചെറുപ്പക്കാർ കൊച്ചു പെൺപിള്ളേരുണ്ട്. ആ വീട്ടിൽ എയർ ഹോളിൻ്റെ വെന്റിലേഷൻ്റെ ഡോറ് തുറന്ന് അവ ഇറങ്ങി അതിനകത്ത് കയറി കിടന്ന് അവന് ടോർച്ചിന് അടിയെല്ലാം കൊണ്ട് ആ വീട്ടിലാണ് പോയി കിടന്നത്. അവനാണ് രാത്രി 12 മണിക്ക് ഇവളെയും കൊണ്ട് കല്ലമ്പലത്ത് പോയിരിക്കുന്നത്, പരവൂരിന്ന് കല്ലമ്പലത്ത് പോയിരിക്കുന്ന ആട്ടോയ്ക്കകത്ത്. ഇതൊക്കെ പറയുന്നത് തെറ്റാണ്.
ഇതൊക്കെ ചെയ്യുന്നതും പറയുന്നതൊക്കെ തെറ്റാണ്. അതുകൊണ്ട് എനിക്ക് ഒന്നും പറയാനില്ല. എന്നെ കൊണ്ടെന്ന് പറഞ്ഞാൽ കൂടെ വന്ന സന്തോഷത്തോടെ നോക്കും. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എനിക്ക് എൻ്റെ കൊച്ചുങ്ങളെ വേണം. അതിന് ഉപരി എനിക്ക് പറയാനൊന്നുമില്ല. ഇനി പറയാനൊന്നുമില്ല. കേട്ടോണ്ടിരിക്കുക. അനിലിന് ലീനയെ ഇഷ്ടമാണോ? തീർച്ചയായിട്ടും. അല്ല ലീന, ഇത് ഈ അനില് പറയുന്ന കാരണം അവള് ഒരു പക്ഷം കേട്ട് സംസാരിച്ചു എന്ന് വരാൻ പറ്റൂല. കാര്യങ്ങൾക്കകത്ത് അനിൽ പറയുന്ന കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും നുണയാണ് എന്ന് പിന്നെ പറയാൻ പറ്റുമോ ലീനയ്ക്ക്? കള്ളമാണ്. ഇനി ഇദ്ദേഹത്തോട് പോയി എന്റെ ജീവിതം മുന്നോട്ട് പോകില്ല. എന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ നടന്ന സംഭവം വരെ സത്യമായിട്ട് പറയണമായിരുന്നു. നടക്കൂല. ഇനി ഇദ്ദേഹത്തോട് എനിക്ക് പോകാൻ വയ്യ. അതെന്താ സത്യമല്ലാതെ പറഞ്ഞത്? എന്താ അതില്? അപ്പുറത്ത് പോകരുതെന്ന് പറഞ്ഞ വീട്ടില് ലീന പോയോ? കാരണം എന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന സമയത്ത് ഞാൻ എവിടെ പോയി നിൽക്കും? അന്ന് ഇവനും ചേച്ചി, 2 ചേച്ചി, അമ്മ എല്ലാരും കൂടിയാണ് ആ വീട്ടിൽ നിന്ന് ഇറക്കുന്നത്. കാരണം ഞാൻ എന്റെ അനിയന് മേടിച്ച വസ്തുവിനകത്ത് നിനക്ക് കിടക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അല്ല, അങ്ങനെ പറഞ്ഞെന്നുണ്ടെങ്കിൽ അനിയത്തിയും കൂടെ ഇല്ലേ? ഉണ്ട്. അനിയത്തിയും കൂടെ ഉണ്ട്. ഒരു ഓട്ടോ വണ്ടി വിളിച്ച് നിങ്ങളുടെ ആരുടെങ്കിലും വീട്ടിൽ പോ. അനിയത്തിന്റെ ഭർത്താവില്ലേ? അവിടെ എങ്ങോട്ടെങ്കിലും പോയാ പോരെ? അങ്ങനെയാണ് ചെയ്തത്. എന്റെ അനിയത്തിന് നേരെ അനിയത്തിയുടെ ഭർത്താവിനെ വിളിച്ചിട്ട് അനിയത്തിനെ പറഞ്ഞു വിട്ടു. ഇതിന് ശേഷമാണ് ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുന്നത്. അല്ല, പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞിട്ട് ഈ വീട്ടിലൊക്കെ എന്തിനു പോയി? പിന്നെ ആ വീട്ടിൽ പോയി കിടന്നത്? ആ വീട്ടിലാണോ പോയി കിടന്നുറങ്ങിയത്? ഈ ഇറക്കി വിടുന്ന സമയത്ത് ഞാൻ പിന്നെ എവിടെ പോയി? അയൽവക്കം അതല്ലേ ഉള്ളൂ. രാത്രി ഇറക്കി വിടുമ്പോഴ് അയൽവക്കം എന്ന് പറയാൻ ആ വീടേ ഉള്ളൂ. അനിയത്തിയുടെ ഭർത്താവ് എപ്പോഴാ വന്നത്? രാത്രിയാണ് വന്നത്. 9 മണിയായി. 9 മണിയായി. അപ്പൊ അനിയത്തിയുടെ കൂടെ പോയില്ല? ഇല്ല, അനിയത്തിയുടെ കൂടെ പോയില്ല. അനിയത്തിനെയും ഭർത്താവിനെയും മുൻപേ ഞാനങ്ങ് പറഞ്ഞയച്ചു. ഈ 9 മണി എന്ത് പറ്റിയ? ഇപ്പൊ കൊച്ചുങ്ങളെ എടുത്തോണ്ട് അവരുടെ കൂടെ അങ്ങ് പോയാ പോലെ തൽക്കാലം അന്നത്തേക്ക്? അവിടെ പോയില്ലായിരുന്നോ കുഞ്ഞിനെ പ്രസവിച്ചതും ഒക്കെ? സാർ, അത് വിഷയം നടക്കുമെന്ന് പേടിച്ചാണ് ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നത്. അണ്ണൻ വന്നിട്ട് പിറ്റേന്നല്ലേ പോലീസിന് കേസ് കൊടുക്കുന്നത്? പിറ്റേന്ന് രാവിലെ ഒരുങ്ങി പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കാനുള്ള ധൈര്യം കാണിച്ചപ്പോ അത് അവിടെ പോയി അനിയത്തിയുടെ വീട്ടിൽ പോയി നിന്നിട്ട് അവിടെ നിന്നുകൊണ്ട് ആലോചിച്ചിട്ട് അവരുമായിട്ട് വന്ന് കേസ് കൊടുത്താ പോരെ? അല്ലേ? അന്ന് രാത്രി പുലർന്നതിന് ശേഷമല്ലേ നിങ്ങൾ പോയി കേസ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്? അനിയത്തിയുടെ ഭർത്താവ് വന്ന സ്ഥിതിക്ക് ഉത്തരവാദിത്തമായിട്ട് കൊച്ചുങ്ങളെ എടുത്ത ഓട്ടോയിൽ അവരുടെ കൂടെ പോവുക. അവിടെ പോയി കിടന്നിറങ്ങിയിട്ട് പിറ്റേന്ന് രാവിലെ എണീറ്റ് കേസ് കൊടുക്കണോ വേണ്ടേ എന്നുള്ള കാര്യം പിന്നെ ആലോചിച്ചാ പോരെ? ഞാൻ ഇദ്ദേഹത്തിന്റെ പേരിൽ തെറ്റായിട്ടല്ല കൊടുത്തിരിക്കുന്നത്. എങ്ങനെയോ എന്നെ എന്റെ മക്കളെ നോക്കണം എന്നുള്ള രീതിയിലാണ്. എങ്ങനെ ആവട്ടെ, നോക്കണം എന്നുള്ള രീതിയിലും ആവട്ടെ. അടിസ്ഥാനപരമായിട്ട് കിടക്കുന്ന അങ്ങയുടെ പ്രശ്നം ആ വീടുകളിൽ പോകരുത്, അത് ശരിയല്ലാത്ത വീടുകളാണെന്ന് പറഞ്ഞു. ആ വീട്ടിൽ ഇപ്പൊ അവരുടെ പെങ്ങള് പറഞ്ഞോ അമ്മ പറഞ്ഞോ ആര് പറഞ്ഞതിന്റെ കാരണം കൊണ്ടോ നിങ്ങളുടെ അനിയത്തി വന്ന് ആ വീട്ടിൽ വന്ന് താമസിക്കുന്നതിനെ പറ്റി താല്പര്യക്കുറവ് വന്നു. പ്രസവിച്ച് കിടക്കുന്ന ഒരു പെണ്ണിനെ വന്ന് താമസിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം അല്ല വീട്ടിലെ. സത്യമാണല്ലോ? അല്ല, അവർക്കൊരു വീടുണ്ട്. ഇത് അതുപോലെയുള്ള അല്ല. അങ്ങനെ കെട്ടിപ്പറയ്ക്കാത്തൊരു വീട്ടിനകത്ത് ഒരു പ്രസവിച്ച് കിടക്കുന്ന ഒരു പെണ്ണ് വന്ന് കിടക്കുന്ന എങ്കിൽ പോലും അയാൾ സമ്മതിച്ചു. പിന്നെ ഉണ്ടായ പ്രശ്നങ്ങൾ എന്തോ ആവട്ടെ. അവിടെ ഒരു വഴക്കും പ്രശ്നങ്ങളും നടന്നു. അനിയത്തിയുടെ ഭർത്താവ് വന്നു, അനിയത്തി പോകുന്നു. കൂടെ കയറി കുഞ്ഞുങ്ങളെയും കൊണ്ടങ്ങ് പോകുക എന്നുള്ളതായിരുന്നു നിങ്ങൾ ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം, അല്ലേ? അത് ചെയ്യാതെ അപ്പുറത്തെ വീട്ടിൽ പോയി കിടന്നിട്ട് പിറ്റേന്ന് രാവിലെ ഇവിടെ തന്നെ വന്ന് കുളിച്ച് റെഡിയായി ഇവിടുന്ന് കൊച്ചുങ്ങളെ എടുത്തോണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കുക എന്ന് പറയുമ്പോ? അല്ലല്ല, അന്ന് പോയില്ല. അന്ന് ഇദ്ദേഹം 2 കൊച്ചുങ്ങളെയും കൊണ്ട് അകത്ത് കിടക്കുമ്പോ ഞാൻ വെളിയിൽ ഇരിക്കുകയാണ്. ഇദ്ദേഹം ഒന്നും അറിയുന്നില്ല. അന്ന് പോയില്ല. ഞാൻ ഒരു സ്റ്റേഷനിൽ പരാതി കൊടുത്തതിന് ശേഷമാണ് ഈ വീട്ടിൽ പോയി തങ്ങുന്നത്. അന്ന് പോയില്ല. അന്ന് ഞാൻ എന്റെ വീട്ടിൽ അവരെല്ലാരും പറഞ്ഞ് അണ്ണ ഉറങ്ങുന്ന സമയത്ത് വീട്ടിൽ വന്നിരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വന്നിരിക്കണമെന്ന് പറഞ്ഞായിരുന്നു. എവിടെ ഈ പ്രശ്നം നടക്കുമ്പോൾ? ഈ പ്രശ്നം നടക്കുമ്പോൾ അനിയത്തിന് 9 മണിക്ക് തന്നെ ആട്ടയ്ക്കകത്ത് ഞാൻ പറഞ്ഞു വിട്ടിട്ട് ഞാൻ ഇദ്ദേഹം ഉറങ്ങിയ സമയത്ത് ഞാൻ എന്റെ വീട്ടിൽ തന്നെ വന്നിരുന്നത്. ഈ കെട്ടിയ വീട്ടിനകത്ത് വെളിയിലിരിക്കുകയാണ് ഞാൻ. അപ്പൊ അണ്ണൻ 2 കൊച്ചുങ്ങളെയും വിട്ട് കിടന്നുറങ്ങണം അകത്ത്. ഈ കൊച്ചുങ്ങൾ കരയുമ്പോ പോലും എന്നെ ഇദ്ദേഹം ചീത്ത വിളിക്കാണ്. ഞാൻ പോയെന്നുള്ള അർത്ഥത്തിൽ ഇത് ചീത്ത വിളിക്കാണ്. നിങ്ങളെ കൊച്ചുങ്ങളെ കളഞ്ഞിട്ട് നിന്റെ തള്ള പോയെന്നും പറഞ്ഞ് ചീത്ത വിളിക്കണം. ഇതെല്ലാം കേട്ടോണ്ട് ഞാൻ ഇവിടെ ഇരിക്കുകയാണ്, വെളിയിലിരിക്കുകയാണ്. അന്ന് രാവിലെയാണ്, പിറ്റേന്ന് രാവിലെയാണ് ഞാൻ പോയി സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുന്നതും SI ഒക്കെ തിരക്കി വരുന്നതും. അന്ന് വൈകിട്ടാണ് ഈ വീട്ടിലോട്ട് താങ്ങുന്നത്. അന്നേരം എനിക്ക് പോകണമെന്നില്ല, എനിക്ക് അവിടെ താമസിച്ചാൽ മതി, എനിക്ക് അണ്ണൻ്റെ കൂടെ താമസിച്ചാൽ മതി. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് കയറി ചെന്നാൽ ഈ പോലീസിനെ കൊണ്ട് അടുപ്പിച്ചുകൊണ്ട് ചിലപ്പോൾ എന്നെ അടിക്കുന്നെങ്കിലെന്ന് പേടിച്ചാണ് ഞാൻ ആ വീട്ടിൽ നിന്നത്. അല്ല, അടിച്ചാലോ അല്ല, സംഭവം സത്യം തന്നെയാണ്. പക്ഷെ അപ്പൊ പോലും നിങ്ങൾക്കൊരു വിവരം വേണ്ടേ? ആ വീട്ടിൽ പോകരുതെന്ന് പറഞ്ഞ വീട്ടിൽ പോയി നിങ്ങൾ അന്തി ഉറങ്ങുന്ന ഒരാൾ എങ്ങനെ ഇഷ്ടപ്പെടും? പട്ടാപ്പകൽ അവിടെ പോകുന്നത് പോലും ഇഷ്ടപ്പെടാത്ത ഒരാള് അവിടെ പോകുന്നതിനുള്ള സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു. നമ്മൾ വേറൊരു കുടുംബക്കാരെ കുറിച്ച് മോശം പറയണ്ട ഇവിടെ.
എന്തോ ആവട്ടെ, അയാൾക്ക് ആ വീട്ടിൽ പോകുന്ന ഇഷ്ടമല്ലെന്ന് പലതവണ പറഞ്ഞ് പലതവണ പ്രശ്നം ഉണ്ടായ ഒരു വീട്ടിൽ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് ഈ മര്യാദ നിങ്ങൾ ചെയ്യാനുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധു വീട്ടിൽ പോവാം, കേസ് കൊടുത്തു ഇനി പോയാൽ എന്താവും, നിങ്ങൾ ആരെങ്കിലും കൂടെ വന്നൊന്നും മധ്യസ്ഥം പറഞ്ഞൊന്നും ഒന്നിച്ചാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഇല്ലെങ്കിൽ തലേന്ന് വഴക്കുണ്ടായ ആ രാത്രി മുഴുവൻ ആ വാതുക്കൽ ഇരിക്കാൻ പറ്റി നിങ്ങൾ അവിടെ ഇരുന്നാൽ മതിയായിരുന്നു. എന്തിനാ നിങ്ങൾ അവിടെ പോയി കിടക്കാൻ പോയെ? കേസ് കൊടുത്തു കഴിഞ്ഞ് പോലീസുകാർ ഇടിച്ചേ തിരിച്ചു വരുന്ന ഒരാൾ സന്തോഷമായിട്ട് സ്വീകരിക്കുമെന്ന് അങ്ങനെ വിചാരിച്ചിരിക്കാൻ പറ്റൂ? അപ്പൊ അടികൊള്ളു. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോയി താമസിക്കണം. അയാളുടെ കൂടെ എന്തിനാ പരാതി കൊടുക്കാൻ പോയി? തലേ ദിവസം ഇത്രയും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം അങ്ങനെ കൊച്ചുകളെയും കെട്ടിപ്പിടിച്ചോടെ കിടന്നല്ലേ ഉള്ളൂ, നിങ്ങളെ ഒന്നും ചെയ്തില്ലല്ലോ. പിന്നെ അന്ന് ചെയ്യുമെന്ന് നിങ്ങൾ എന്തിനാ പ്രതീക്ഷിക്കുന്നത്? അത് നിങ്ങൾ പലതവണ നിങ്ങൾക്ക് നേരിട്ടിട്ടുള്ള കാര്യമാണ്, അതൊക്കെ ഒന്നും ശരിയാണെന്ന് പറയുന്നില്ല. വീണ്ടും ഒരുമിച്ച് ജീവിക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് അതിനൊരു ശ്രമം നടത്തി. എങ്ങനെ? എന്നെ നോക്കണമെന്ന് തന്നെയാണ് സ്റ്റേഷനിൽ കൊടുത്തത് പരാതി. അല്ല, നോക്കണമെന്നുള്ള പരാതി കൊടുത്തതൊക്കെ ശരിയാണ്. നോക്കണം എന്നുള്ള പരാതിയാണെങ്കിൽ പിന്നെ എന്തിന് വീട്ടിൽ പോകണം? അമ്മയെ വിളിച്ചു വരുത്തി. അല്ല, അണ്ണൻ പറഞ്ഞു നോക്കൂലെന്ന് പറഞ്ഞു, ഞാൻ അന്വേഷിക്കത്തില്ലെന്ന് പറഞ്ഞു. എപ്പോ? എന്നെ സ്റ്റേഷനിൽ കയറ്റിയോണ്ട് ഞാൻ ഞങ്ങൾ അന്വേഷിക്കത്തില്ലെന്ന് സ്റ്റേഷനിൽ വെച്ച് തന്നെ പറഞ്ഞു. അപ്പൊ അവങ്ങ് പോയാ പോരെ? അപ്പോഴേ പോയി. ഞാൻ എന്റെ വീട്ടിൽ അമ്മയുടെ കൂടെ തന്നെയാണ് വീട്ടിൽ വന്നത്. പിന്നെ ഇദ്ദേഹം പറയുന്നത് ഏതാണ് എപ്പോ പോയി കിടന്നുറങ്ങിയ കാര്യം? തലേ ദിവസം കിടന്നുറങ്ങിയ കാര്യം? തലേ ദിവസത്തെ കാര്യമാണ് ഇത് പറയുന്നത്. അപ്പൊ ആ വീട്ടിൽ പോയി കിടന്നുറങ്ങിയതാണ് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. വേറെ ഒരു പ്രശ്നവും ഇല്ല. ഇവരെ ഒന്നിച്ച് താമസിപ്പിക്കണമെന്ന് പറഞ്ഞ് സംസാരിക്കുന്നവർ വളരെ കുറവേ കാണും. എന്റെ അച്ഛന്റെ ആൾക്കാര്, എന്റെ അമ്മയുടെ ആൾക്കാർക്ക് എല്ലാവർക്കും ഇയാളെ ഇഷ്ടക്കുറവൊന്നുമില്ല. ഒരാളും ഇല്ല. ചേച്ചി ഇതായി നിൽക്കുന്ന ഒരാളും ഇദ്ദേഹം ചെന്നിട്ട് കയറരുതെന്ന് പറഞ്ഞില്ല. പക്ഷെ നേരെ തിരിച്ച് എന്റെ അടുത്ത് അങ്ങനെയാണ് പെരുമാറിയിട്ടുള്ളത്. കാരണം അണ്ണൻ കാണിക്കുന്ന പ്രവൃത്തി അങ്ങനെയാണ്. എന്നെ നല്ലോണം നോക്കിയിട്ടില്ല ഇദ്ദേഹം. ഞാൻ എങ്ങനെ നോക്കണമെന്ന് പറയാം? ഞാൻ ജോലി ചെയ്തിട്ട് കൊടുക്കുന്നില്ലേ? ഞാൻ കൊച്ചുങ്ങൾക്ക് ആഹാരം മേടിക്കുന്നത് തിന്നരുതെന്ന് പറയാം. കൊച്ചുങ്ങൾ ഡ്രസ്സ് മേടിച്ചു കൊടുക്കുന്നില്ലേ? അയാളെ സ്വന്തം നൈറ്റിയും പാവാടൊക്കെ തന്നെ അയാൾ തന്നെ കത്തി കളഞ്ഞിട്ട് ഞാൻ പൈസ കൊടുത്ത് ഞാൻ പോയി മേടിച്ചു കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ജീവിതം സാക്ഷി എന്ന ഈ ലോക് അദാലത്ത് വളരെ സുതാര്യവും പണച്ചിലവില്ലാത്തതുമാണ്. ജീവിതം സാക്ഷിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ വിലാസം: പ്രൊഡ്യൂസർ, ജീവിതം സാക്ഷി, കൈരളി TV, കൈരളി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം. പിൻ 695034.